എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് അടങ്ങിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് അടദോശ. അരിയും പരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അടദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പരിപ്പുകളൊക്കെ ചേർക്കാനുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് വീതമാണ് പരിപ്പുകൾ ചേർക്കുന്നത്. ആദ്യം ചേർക്കുന്നത് കടലപ്പരിപ്പാണ് 1/4 കപ്പ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഇത് ഞാൻ 1/4 കപ്പാണ് ചേർക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്, അതായത് നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പ്. ഇത് നമുക്ക് 1/4 കപ്പ് ചേർക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. ഇത് നമ്മൾ 1/4 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ചിലർ അരിയും അതുപോലെ തന്നെ പരിപ്പിൻ്റെ അളവും ഒരേ അളവിൽ തന്നെ എടുക്കാറുണ്ട്. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് 1/2 കപ്പും ബാക്കി പരിപ്പുകളെല്ലാം എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വീതമാണ്. ഇനി നമുക്ക് ഈ പരിപ്പുകളും അതുപോലെ തന്നെ അരി നന്നായി കഴുകിയെടുക്കണം. 1-2 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെയാണ് കഴുകിയെടുക്കേണ്ടത്. അതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ഓവർനൈറ്റാണ് ഈ ഒരു അരിയും അതുപോലെ തന്നെ പരിപ്പും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിനത് 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള അരിയും അതുപോലെ തന്നെ പരിപ്പുമാണ്. അരിയും പരിപ്പൊക്കെ കുതിർത്ത് വെക്കുന്നതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 5 കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണമൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓവർനൈറ്റാണ് ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വയ്ക്കുന്നത്. അതല്ലെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് അരിയും പരിപ്പൊക്കെ കുതിർന്ന് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും പരിപ്പും ഒക്കെ നന്നായി കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല സോക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ദോശ അരയ്ക്കുന്ന പോലെ നൈസായിട്ടല്ല അരയ്ക്കേണ്ടത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ചേർക്കുന്നത്. കുതിർത്ത് വെച്ച് വെള്ളം മാറ്റിയ ശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. 1 പ്രാവശ്യമായിട്ടോ അതല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടോ അരച്ചെടുക്കാവുന്നതാണ്. അരയ്ക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഒന്ന് അരച്ച ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു തരിതരിപ്പായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. സാധാരണ ദോശമാവിനേക്കാളും കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു അടദോശയുടെ മാവ് ഇരിക്കുന്നത്. അരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർക്കണമായിരുന്നു. ഞാനിപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർക്കണം. 1 തണ്ട് കറിവേപ്പിലയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ആണ് ഇനി അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ദോശമാവൊക്കെ തരിതരിപ്പായിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അരച്ച് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സാണ് വരുന്നത്. ഇനി ഇതിലേക്ക് മിക്സി കഴുകിയ അല്പം വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനത് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കാരണം പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർക്കുന്നത്. അങ്ങനെ കായപ്പൊടിയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവിരിക്കുന്നത്. ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയുപ്പാണ് ചേർക്കുന്നത്. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ചട്നി ഒന്ന് തയ്യാറാക്കാം. അപ്പോഴേക്കും ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി ടൈം കിട്ടും. തേങ്ങ ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങയാണ് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 കൊച്ചുള്ളി ചേർക്കാം.
2 പച്ചമുളകാണ് ചേർക്കുന്നത്, ഒരു ചെറിയൊരു പീസ് പുളിയാണ് ചേർക്കുന്നത്, 3-4 കറിവേപ്പിലയിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം നന്നായി അരച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ചട്നിയാണ് ഈ തേങ്ങാ ചട്നി. അങ്ങനത്തെ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഈ ചട്നി അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനി കടുകൊന്നും വറക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് നമ്മൾ അടദോശയുടെ കൂടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടദോശ എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പുളിക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് ഇൻസ്റ്റൻ്റായിട്ടാണ് തയ്യാറാക്കുന്നത്. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയോ അതല്ലെങ്കിൽ നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു അടദോശ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് 2 അല്ലെങ്കിൽ 3 തവി മാവ് ചേർത്ത ശേഷം നന്നായി പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അടദോശ തയ്യാറാക്കുന്നത്. കനം കുറച്ചിട്ടാണ് ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത്. നല്ലെണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അടദോശയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കി മാവ് വെച്ച് ദോശ ചുട്ടെടുക്കാം. അതിനത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഹൈ പ്രോട്ടീൻ ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു അടദോശ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അതുപോലെ തന്നെ ഇതിന് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ദോശ മാത്രം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന മുളകിൻ്റെ അളവ് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിതിലേക്ക് പാകത്തിനുള്ള എരിവാണ് ചേർത്തിരിക്കുന്നത്. ഇനി തലേന്ന് അരി അരച്ച് വയ്ക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണ്. ഇനി ദോശ ഉണ്ടാക്കിയിട്ട് മാവ് ബാലൻസ് വരികയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പുളിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉള്ളതല്ല, അതുകൊണ്ട് തന്നെ ഒരു ദിവസം വരെയൊക്കെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള അടദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ കഴിക്കുന്നത് കട്ടി തേങ്ങാ ചട്നിയാണ്. കട്ടി തേങ്ങാ ചട്നിയാണ് ഈ ഒരു അടദോശയുടെ നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.